ഈ സിനിമ പീക്ക് ചെയ്യുന്നത് പലർക്കും അറിയുന്ന ഇതിലെ കേന്ദ്ര സംഭവത്തെ, മുത്തങ്ങ ഇൻസിഡന്റിനെ കാണിക്കുന്ന സ്ഥലത്താണ്. കാക്കിയിട്ട് ഇതിന്റെ നടുവിൽ നിന്ന് സമരക്കാരെ പോലീസിൽ നിന്ന് സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നായകൻ എന്ന ഐറോണിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അനുരാജ് മനോഹർ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്നത് എന്താണെന്ന് നായകൻ മനസ്സിലാക്കുന്ന ഒരു പാരലൽ ട്രാക്കും സിനിമയ്ക്കുണ്ട്. അങ്ങേയറ്റം നൈവായ നായകനെ കണ്ട് ഒരു പരിധിവരെ നിരാശ തോന്നിയ എനിക്ക് പോലും വളരെയധികം എഫക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ആക്ഷൻ ബ്ലോക്ക് അവർ ചിത്രീകരിച്ചിട്ടുള്ളത്. മികച്ച രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള സീക്വൻസുകളും നായകന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നടക്കുന്ന സംഭവങ്ങളുടെ ദാരുണാവസ്ഥ കാണിക്കുന്ന ഒരു സിംഗിൾ ഷോട്ടും ആ മൊത്തം സീനിനെ ഗംഭീരമാക്കുന്നുണ്ട്. കഥയുടെ ഓരോരോ ഘട്ടത്തെയും അത് അർഹിക്കുന്ന ഇന്റൻസിറ്റിയോടെ പകർത്താൻ ഛായാഗ്രാഹകൻ വിജയ്ക്ക് സാധിക്കുന്നുണ്ട്. പ്രൊട്ടസ്റ്റ് ഭാഗങ്ങൾക്ക് റോ ഫീലിലും ഇൻട്രോഗേഷൻ സീനുകളിൽ ഷാഡോ കൂടിയിട്ടുള്ള രീതിയിലും സീനുകൾ സെറ്റ് ചെയ്ത് വിഷ്വൽ ഡ്രാമ കൂട്ടുന്നുണ്ട്. ജേക്സ് ബിജോയ് ഒരിക്കൽ കൂടി കഥയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പശ്ചാത്തല സംഗീതം ഇവിടെയും ഉപയോഗിക്കുന്നു. കാട്ടിലെ സീനുകളിലൊക്കെ രംഗനാഥ് രവിയുടെ സൗണ്ട് ഡിസൈനും വളരെ മികച്ചു നിന്നു.